ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് ഈ ഫുട്ബോൾ ഗെയിം പ്ലേ ആട്ടോ. അത് നമ്മുടെ ഫ്രണ്ട്ലി മാച്ചസ് ആണ്. അത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ്. നിങ്ങൾക്ക് ആരെങ്കിലും നമ്മളായിട്ട് മാച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഫുട്ബോൾ നെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ കാണിക്കുന്ന ഈ ഫുട്ബോൾ നെയിമിലേക്ക് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ടീം. നമ്മളധികം മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേക്ക് പോകാം കേട്ടോ, ലാഗ് അടിപ്പിക്കുന്നുള്ള. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അവൻ്റെ ചുരുട്ടി കേട്ടോ കളി തുടങ്ങണേ. അപ്പോൾ ഇപ്പോഴാട്ടോ നമ്മുടെ ഫസ്റ്റ് ചാൻസ് ആയിട്ട് നമുക്ക് തന്നെ കിട്ടുന്നത്. ഓക്കെ, അത് മെറ്റാവസിന് കൊടുക്കുന്നു. മെറ്റാവസിൻ്റെ ഒരു ജസ്റ്റ് ഷൂട്ടായിരുന്നു, പക്ഷേ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ടച്ച് നല്ല രീതിയിൽ തന്നെ ഷെവ്ചെങ്കോ ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ അത് ഗോളാക്കി. നല്ലൊരു ഷൂട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ സെക്കൻഡ് ചാൻസ് കേട്ടോ. ഇത് ഗോളൊന്നും ആയില്ല, നല്ലൊരു ചാൻസ് ആയിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹെഡ് ചെയ്താൽ മതിയായിരുന്നു ഗോളായതിനെ. പക്ഷെ അത് ഗോളായില്ല. നമുക്കൊരു കോർണറാണ് അതിന് വരാൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷൂട്ടിൻ്റെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അവൻ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത് നമ്മൾ മെക്കലൈനെ വെച്ച് നല്ലൊരു ഷൂട്ട് എടുപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നല്ല സേവ് തന്നെ ഗോൾ കീപ്പർ. നല്ല ഗോൾ കീപ്പർ നല്ല അടിപൊളി കേട്ടോ, നന്നായിട്ട് സേവ് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മെറ്റാവസിന് വെച്ചൊരു ക്രോസ് കൊടുത്തു. പക്ഷെ അതും കോണ്ടാക്ട് കിട്ടിയില്ല, ഹെഡ് കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു ചാൻസ് പോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ മെസ്സിക്ക് ഒരു മിഡിൽ വെച്ചൊരു ബോൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ ട്രിപ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നമ്മൾ റോഡ് ടു 2K ആണ്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രിപ്പിൾ ചെയ്യുന്നുണ്ടായി. പക്ഷേ അതൊരു ടൈം എത്തിയപ്പോൾ അത് പോയി. പിന്നീടുള്ളത് നമ്മുടെ ഒരു മിസ്സിലൂടെ ആൾക്ക് കിട്ടിയൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഗോൾ കീപ്പർ ഡൈവ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിലും അത് ഈസിയായിട്ട് കിട്ടിയേനെ. ഓക്കെ, മെസ്സിക്ക് കിട്ടുന്നു. മെസ്സി റൗളിന് കൊടുക്കുന്നു. റൗൾ ടു ഷെവ്ചെങ്കോ വെച്ച് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഗോളായില്ല. ഓക്കെ, കഫ് ഗോൾ അടിച്ചു ഗൈസ്. നമ്മുടെ കഫുമാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് സ്കോർ ചെയ്തിരിക്കുന്നത് കഫുമാണ്. ഈസി ഗോളായിരുന്നു. അപ്പോൾ നമ്മുടെ മാച്ച് ഏകദേശം എൻ്റെ പറയാം. ഓക്കെ, എൻ്റെ ഗൈസ്. അപ്പോൾ 2-0 നമ്മൾ ഫസ്റ്റ് മാച്ച് ജയിച്ചിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് മാച്ചിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാച്ച് ലോഡായിട്ടുണ്ട്. സെയിം സ്കോഡ്. നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. ഡിർക്കിനെ ഫോർലാൻഡ് പകരം ഇറക്കുന്നുണ്ട്. വേറെ അധികം ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇതാ ടോപ്പ് സ്ക്വാഡ്. ആൾ നൈസ് സ്ക്വാഡാണ്. ആൾ അടിപൊളിയായിട്ട്, ഞാൻ ഇതിനു മുമ്പ് ആളായിട്ട് മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആൾ നല്ല രീതിയിൽ തന്നെ കളിച്ചിരുന്നു എന്നൊക്കെ. ഓക്കെ, നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ആളുടെ ടച്ചോട് കൂട്ടിയാണ് മാച്ച് തുടങ്ങണേ. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു അറ്റാക്കിങ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് കളിക്കണേ. അങ്ങനെയാണ്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു നെറ്റ് വരാം. പക്ഷേ എന്നാലും നമ്മുടെ പ്ലെയറിനെ തന്നെ കിട്ടേണ്ടത്. നമ്മളത് ക്രോസിന് ട്രൈ ആണ്. പക്ഷെ അത് ഒരു കോർണറായി കലാശിച്ചു. എന്നാൽ നമ്മുടെ ഫസ്റ്റ് കോർണറിൽ നിന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് ആദ്യത്തെ ഗോളും കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് ചലഞ്ചിങ് ഗോളായിരുന്നു. ആദ്യം നല്ലൊരു ഹെഡറായിരുന്നു. പക്ഷെ അത് ബ്ലോക്കായി. പിന്നെ സെക്കൻഡ് 3 നല്ല കിടിലൻ ഷോട്ടുകളായിരുന്നു. 3 നടന്നു. പക്ഷെ മെത്താവസ് ലാസ്റ്റ് ഷൂട്ട് അടിച്ചത് ഗോൾ കീപ്പറിന് ജമ്പ് ചെയ്ത് തന്നാലും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഗോൾ തേർഡ് മിനിറ്റിൽ തന്നെ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി. മെസ്സി നല്ല രീതിയിൽ തന്നെ ബോൾ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഒരു ടേൺ എടുപ്പിച്ചിട്ട് ഒരു ബ്ലിറ്റ്സിന് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഗോൾ കീപ്പർ കയറി എന്നാണ് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല സൂപ്പർ ബ്ലിറ്റ്സ് ഗോളായിരുന്നു അത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗോള്. നല്ല ഗോൾ തന്നെയായിരുന്നു. നല്ലൊരു ബ്ലിറ്റ്സ് ഗോളായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും ബോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കഫു ടു ഡിർക്ക്. ഓക്കെ, മെറ്റാവസിനെ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു ഷൂട്ട് ട്രൈ ചെയ്തു. പക്ഷെ നല്ല രീതിയിൽ നല്ലൊരു ബുള്ളറ്റ് ഷൂട്ട് എന്നൊക്കെ പറയണം. നല്ലൊരു ഗോളായിരുന്നു അത്. നല്ല പവർഫുൾ ഗോളായിരുന്നു. സോറി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ തേർഡ് ഗോള്. അപ്പോൾ ഇതാട്ടോ നമ്മൾ വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട്. ആൾ നമ്മൾ കീപ്പറിനെ കയറ്റിക്കൊണ്ടുവരുന്നുണ്ട്. അതായത് നൈസ് ഓപ്പണൻ്റാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ഗോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫോർത്ത് ഗോള്. ഇത് നല്ലൊരു ഗോളായിരുന്നു. കഫൂന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലൂയിസ് ഡിയാസിന് നല്ലൊരു ഹെഡറായിരുന്നു. നമുക്ക് ഇന്നാട്ടോ ലൂയിസ് ഡിയാസിനെ അടിച്ചത്. ഓക്കെ, ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഈ മാച്ചിലെ ഫോർത്ത് ഗോൾ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് മാച്ചായിരുന്നു. നമുക്ക് ആൾ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അധികം ലാബ് അടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ഇടണമുള്ള. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ മാച്ച് കളിക്കുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫുട്ബോൾ നെയിം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇതാട്ടോ നമുക്ക് കിട്ടിയ മറ്റൊരു ഓപ്പർച്യൂണിറ്റി. ഞാനൊരു ബ്ലിറ്റ്സിന് ട്രൈ ചെയ്തു, പക്ഷേ ഗോൾ കീപ്പർ നല്ലൊരു ജമ്പ് നടത്തി അത് സേവ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ലൂയിസ് ഡിയാസിനെ കൊണ്ട് ഒരു കർവ് ട്രൈ ചെയ്തു, പക്ഷേ അതും സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ 5th ഗോള്. ഇത് മെസ്സിനെ വെച്ച് തന്നെയാണ് ട്രൈ ചെയ്യണേ. പക്ഷേ ആദ്യത്തെ ട്രൈ നല്ലൊരു സേവ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ട്രൈ ഈസി ആയിട്ട് നമ്മുടെ കയറ്റാണ് പോസ്റ്റിലേക്ക്. ഓക്കെ, ഇതാട്ടോ നമ്മുടെ മാച്ചിലെ 5th ഗോളും ലാസ്റ്റ് ഗോളും. ഓക്കെ, ഈ മാച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ലൊരു മാച്ചായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഒപ്പം ഈ ഫുട്ബോൾ മാച്ചസ് ഫ്രണ്ട്ലി മാച്ചസ് കളിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഫുട്ബോൾ നെയിം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ ഒരു ഈ ഫുട്ബോൾ നെയിം കാണിക്കാം, അതിനകത്തേക്ക് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്താൽ മതി. ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, മാക്സിമം വേഗം തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലോട്ട് ഫിൽ ആയി മാറും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്.